നവ്യയെ തിരിച്ചറിഞ്ഞ് ആദർശും നയനയും അങ്ങനെ ആദർശാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നവ്യയുടെ ആ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതായത് ആരാണ് തനിക്ക് ഇത്രയും നല്ല ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ തരുന്നത് എന്ന് നമ്മുടെ ആദർശ് ചിന്തിക്കുന്നുണ്ട്. AN ജ്വല്ലറിയുടെ കൃത്യമായ നീക്കങ്ങൾ തനിക്ക് തരുന്നത് ആരാണെന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ആ നമ്പർ ഏൽപ്പിക്കുന്നുണ്ട്. ഇതാരുടെ നമ്പറാണെന്ന് തീർച്ചയായിട്ടും നന്ദു, നീ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാമോ, നീ സൈബർ സെല്ലിലൊന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നന്ദു ആണെങ്കിൽ കൃത്യമായിട്ട് തന്നെ സൈബർ സെല്ലിൽ അന്വേഷിച്ചുകൊണ്ട് ആദർശന് മെസ്സേജ് കൊടുക്കുന്ന നമ്പർ കണ്ടെത്തുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന ആളുടെ പേരും ഉറവിടവും ഒക്കെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശാണെങ്കിൽ ആ നമ്പർ എവിടെ നിന്നാണ് ആരാണെന്നറിയാനായിട്ട് പോകുന്നുണ്ട്. AN ജ്വല്ലറിക്കാരുമായിട്ട് എന്താണ് ഇത്ര പക എന്നറിയാൻ പോകുന്നുണ്ട്. ഇതിനിടയിൽ പല പ്രതിബന്ധങ്ങളും സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതായത് പോകുന്ന വഴിയിൽ ആ നമ്പറും കൂടാതെ തന്നെ നമ്മുടെ നവ്യയും സംസാരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതാണെന്നൊന്നും നമ്മുടെ ആദർശിന് അറിയില്ല. ഒടുവിൽ ഫോൺ വിളിച്ചൊന്ന് കാണണമെന്ന് പറയുമ്പോഴാണ് ആദർശ് തിരിച്ചറിയുന്നത് ഇത് നവ്യയുടെ കൂട്ടുകാരിയാണെന്ന്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആദർശാണെങ്കിൽ നവ്യയുടെ കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ എനിക്ക് ആവശ്യമായ തെളിവും കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൃത്യസമയത്ത് അയച്ചു തരുന്നത്? എന്താണ് ഇതിൻ്റെ കാരണം? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേസമയം ആദ്യം ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. സത്യം പറയും, എന്താ കാരണമാണ്, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരിയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് AN ജ്വല്ലറിയെയോ നിങ്ങളെയോ സഹായിക്കണമെന്നോ AN ജ്വല്ലറിയെ നശിപ്പിക്കണമെന്നോ യാതൊരാഗ്രഹമോ താല്പര്യമോ ഒന്നുമില്ല. അതായത് ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. ആരാണ് ആ കൂട്ടുകാരി എന്ന് ആദർശെടുത്ത് ചോദിക്കുന്നുണ്ട്. നവ്യയാണോ എന്ന് ചോദിക്കുന്നു. ഒടുവിൽ കൂട്ടുകാരിയാണെങ്കിൽ പറയുന്നുണ്ട്, അതെ നവ്യ തന്നെയാണ്. നവ്യ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ആദർശിന് ആ വലിയ സത്യം മനസ്സിലാകുന്നുണ്ട്. ആദർശ് നല്ല രീതിയിൽ തന്നെ സന്തോഷിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. നവ്യ എല്ലാം മനസ്സിലാക്കിയല്ലോ, അവളിപ്പോൾ നമ്മുടെ പക്ഷത്താണല്ലോ എന്ന് ആദർശ് ചിന്തിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആദർശാണെങ്കിൽ ഈ വിവരം നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയുമാണ് ഇവിടെ അനന്തപുരിയിലേക്ക് വരുന്നതെന്നറിയാതെ നവ്യാണെങ്കിൽ അവർക്ക് വേണ്ട ഒരുക്കങ്ങളും സന്നാഹങ്ങളും ഒക്കെ നിരത്തുന്നതും അവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതും കാണാം. ഒടുവിൽ മുത്തശ്ശൻ ഭീകര മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇതേ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ആൾക്കാരാണ് നമ്മുടെ കമ്പനിയുടെ കടന്നു വരുന്നത്. അവരാണ് നമ്മളെ കമ്പനിയെ താങ്ങി നിർത്തുന്നത്, തുടച്ച് നീക്കുന്നതിൽ നിന്നും തടഞ്ഞത് എന്നൊക്കെ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നയന ആദർശ് അവിടേക്ക് എത്തുന്നു. ഒടുവിൽ അവരെ താളമേള അകമ്പടിയോടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ നവ്യയെ അവർ പിടികൂടുന്നുണ്ട്, നവ്യയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും.